Hey guys, so after a long break, I am back. This time I am back with Imran. Oof, what a movie! എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ടോപ്പ് നോച്ച് പ്രൊഡക്ഷൻ ഡിസൈനുള്ള പടം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരു ഹോളിവുഡ് ലെവൽ എന്നൊക്കെ പറയൂലേ, ദിസ് ഇസ് ലിറ്ററലി ഹോളിവുഡ് ലെവൽ. കാരണം അത്രയും ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷനാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്, എമ്പുരാൻ ഫിലിമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് സീൻ തുടങ്ങുമ്പോൾ തൊട്ട് ദാറ്റ് ക്വാളിറ്റി ഈസ് റിയലി വിസിബിൾ. ആ ഒരു ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ വിചാരിക്കും ഇതൊരു ഹോളിവുഡ് പടമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വാസ് ഗുഡ്, ബട്ട് കമ്പയർഡ് ടു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അത്ര പോരായിരുന്നു. എനിക്ക് പിന്നെ പടം കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂസിഫറിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടെംപ്ലേറ്റ് എംബ്രാനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം പല സീൻസും ലൂസിഫറിൽ കണ്ട പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനവർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്, ബട്ട് ഒരു സിമിലർ ടെംപ്ലേറ്റ് നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു. അത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോഴായിരുന്നു ഈ ടെംപ്ലേറ്റ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ലൈക്ക് ഇന്ന സീനിൽ ഒരു ആക്ഷൻ വരുന്നു, ഇന്ന സീനിൽ സോങ്, ഇന്ന സീനിൽ ഒരു ട്വിസ്റ്റ് എന്ന രീതിയിലുള്ളൊരു ടെംപ്ലേറ്റ് ലൂസിഫറിൽ യൂസ് ചെയ്ത അതേ ഒരു ടെംപ്ലേറ്റ് തന്നെ എംബ്രാനിലും വന്നതുപോലെ എനിക്ക് ഫീൽ ആയി. പടം 3 മണിക്കൂർ ഉണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം അതൊരു 3 മണിക്കൂർ, 3 മണിക്കൂർ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് പോയത്. നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ആ 3 മണിക്കൂർ എനിക്ക് പോയത്. ബട്ട് യെസ്, പടം കാണുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും എനിക്ക് നല്ല രീതിയിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ടല്ലോ എന്നുള്ളതും സ്ക്രിപ്റ്റ് കുറച്ച് വീക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങിയതും. ബട്ട് ഓവറോൾ പടം കൊള്ളാമായിരുന്നു. മോഹൻലാൽ ആ സ്റ്റീഫൻ നെടുമ്പള്ളി ലൂസിഫറിൽ ഭയങ്കര ഇറിപ്ലേസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ സ്വാഗും കാര്യങ്ങളൊക്കെ മോഹൻലാൽ നല്ലൊരു ഈസിലാണ് അത് കൊണ്ടുവരുന്നത്. ഉം, പക്ഷെ എമ്പുരാനിലോട്ട് വരുന്ന സമയത്ത് ഉം, ഖുറേഷി എബ്രാഹിമിന് ആ ഒരു സെയിം സ്വാഗും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സ്റ്റൈൽ ഉണ്ടെങ്കിലും ആ ഒരു ഒരു താനൊരു ഇന്റർനാഷണൽ ഗ്യാങ് ലീഡർ ആണ് എന്നുള്ളൊരു സംഗതി അവിടെ വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സ്വാഗ് പല സീനുകളിലും മോഹൻലാലിനെ കാണുന്ന സമയത്ത് എനിക്ക് അമൽ നീരദിന്റെ സാഗർ രേസ് ജാക്കിയിലെ ആ ഒരു കോസ്റ്റ്യൂമാണ് എനിക്ക് ഫീൽ ആയത്. ലൂസിഫറിൽ പല ഗൂസ് ബംസ് മൊമെന്റ്സ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. ആഹ് ആ ഒരു ഇൻഡസ്ട്രിയുടെ അവിടെയുള്ള ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഖുറേഷി അബ്രാമിന് അതുപോലത്തെ കുറെ ഗൂസ് ബംപ് സീൻസ് തരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. സ്റ്റൈലിഷ് സീനുകളുണ്ട്, പക്ഷെ മിക്ക സീനുകളും സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ സ്റ്റൈലൈസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇന്റർനാഷണൽ ലീഡറിന് വേണ്ട ഒരു സ്മൂത്ത്നെസ് ക്യാരക്ടർ കാണിക്കുന്നില്ല. പ്രോബ്ലി സ്ക്രിപ്റ്റിൽ അത് വരാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ആ ഒരു പുള്ളിയുടെ ഒരു ഇന്റലിജൻസും കാര്യങ്ങളൊന്നും എംബ്രാനിൽ നോക്കുമ്പോൾ അത്ര വിസിബിൾ അല്ലായിരുന്നു. ആഹ് എമ്പുരാനാണെങ്കിലും മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ആ ഒരു മാസും കാര്യങ്ങളൊക്കെ ഫിലിമിനകത്ത് വരുന്നത്, കമ്പയർഡ് ടു മോഹൻലാൽ ഖുറേഷി അബ്രഹാമായിട്ട് വരുമ്പോൾ. പിന്നെ എനിക്ക് ഇതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു എഡിറ്റിംഗ് ഓർ സീൻ പ്ലേസ്മെന്റ്സ് ആയിരുന്നു. കാരണം ഒറ്റ നറേറ്റീവിൽ, ആ ഒരു ലിനിയർ നറേറ്റീവിൽ തീർന്നു പോകേണ്ട സീനുകൾ ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആയിട്ടൊരു സീൻ വന്ന സമയത്ത് ആ ഒരു സീനുകൾ പ്ലേസ് ചെയ്യുന്നു, ആൻഡ് ആ സീനിന്റെ ബാക്കി സീനുകൾ പ്ലേസ് ചെയ്യുന്നു. എനിക്ക് തോന്നിയിരുന്നത് അതൊരു ഒറ്റ നറേറ്റീവിൽ തന്നെ തീർക്കേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ. കാരണം അങ്ങനെ ആ സീൻ ബ്രേക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും എമ്പുരാൻ ഫിലിമിൽ കൊണ്ടുവരുന്നില്ല. ആ ഒരു ലൂപ്പ് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്പോയിലർ ആണോ ഈസ്റ്റർ എഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ആന്റണി പെരുമ്പാവൂർ എന്തായാലും ലൂസിഫർ 3 വഴി പുള്ളി തന്നെ വെട്ടിവെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ടു എൻഡ് എമ്പുരാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ എൻജോയ് ചെയ്തത്. ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എമ്പുരാനിൽ ചെറിയൊരു നെഗറ്റീവ്സ് ഉണ്ട്. യൂഷ്വലി ഒരു ഫ്രാഞ്ചൈസി ഒക്കെ വരുന്ന സമയത്ത് ആ ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് പാർട്ട് എപ്പോഴും ഒരു പോയിന്റിൽ എപ്പോഴും വീക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോൺ വിക്ക് സീരീസിൽ ജോൺ വിക്ക് 1 അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് കുറച്ച് വീക്കായിരുന്നു. ബട്ട് തേർഡിൽ അതിന്റെ ഫുൾ നെഗറ്റീവ്സ് അവർ തീർത്ത് തേർഡ് ഫുൾ ഹൈപ്പിൽ തന്നെ കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ എമ്പുരാൻ സീരീസും ലൂസിഫർ സീരീസും എക്സ്പെക്ട് ചെയ്യുന്നത്. എമ്പുരാൻ വാസ് ബേസിക്കലി ജസ്റ്റ് സെറ്റിംഗ് അപ്പ് ദ വേൾഡ് ലിറ്റിൽ മോർ. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ലാർജ് സ്കെയിൽ ആയിട്ട് തന്നെയാണ് അവർ ആ വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ
സോ L3 നമുക്ക് കുറച്ചും കൂടിയും ധമാക്ക പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. കാരണം അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനും അതിന്റെ ഒരു ടെക്നിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. OTT-യിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. കാരണം ഇതൊരു തിയേറ്റർ മെയ്ഡ് മൂവിയാണ്. പിന്നെ പലരും പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ് BGM അത്ര പോരായിരുന്നു എന്ന്. ഉള്ളത് പറയാലോ, BGM ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം മോഹൻലാൽ പൃഥ്വിരാജൊക്കെ വരുന്ന സീൻസിൽ നല്ല കയ്യടിയും ആർപ്പുളിയൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു ക്രൗഡിന്റെ കൂടെയാണ് എമ്പുരാൻ കണ്ടത്. അതുകൊണ്ട് BGM ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ കയ്യടിയും ആർപ്പുളിയൊക്കെ തന്നെയായിരുന്നു എൻ്റെ BGM. സോ ദാറ്റ്സ് എമ്പുരാൻ ഫോർ യു. സോ ടേക്ക് കെയർ.